2500-ൽ കൂടുതൽ പ്രക്ഷോഭകാരികളെയാണ് ഇറാൻ ഭരണകൂടം കൊന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാനിൽ നടത്തും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപൊക്കെ വലിയ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖമേനിയെ തൊടാൻ അമേരിക്ക യഥാർത്ഥത്തിൽ ഭയക്കുകയാണ്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ വേണ്ടി പോകുന്നില്ല, അവർ പിന്നോട്ടടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ നമ്മുടെ നാട്ടിൽ ചില പിന്നെ വലിയ പ്രമാണിമാരുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ചില ചെറുപ്പക്കാരെയൊക്കെ എരിയേറ്റി പറയും, ഡാ പോയില്ല അവനെ തല്ലടാ, തല്ല്, ഞാൻ എന്ത് കാര്യം വന്നാലും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം പതുക്കെ ഇത് നോക്കി നിൽക്കുകയും ഒരു കാരണവശാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇറാനിൽ നടക്കുന്നത്. ഈ പ്രക്ഷോഭകാരികളോട് കുറച്ച് ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നിങ്ങൾ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ പിടിച്ചെടുക്കുക, സഹായം ദാ വരുന്നു, പുറകെ വരുന്നു എന്ന് പറഞ്ഞു. ഈ സഹായം വരുന്നു എന്ന് പറയുകയല്ലാതെ സഹായം ഒന്നും എത്തുന്നുമില്ല. ഒന്നും രണ്ടുമല്ല ആ മനുഷ്യർ മരിച്ചു വീണിരിക്കുന്നത്. 2600-ലധികം മനുഷ്യർ ഇന്നലെ വരെ മരിച്ചിരുന്നു. ഇന്ന് എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കണക്കില്ല. പിന്നെ ഇറാനിയൻ സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളൊന്നും ശരിയാവണമെന്നില്ല. അതിലൊക്കെ എത്രയോ അധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. ഇറാനിൽ ജനകീയ മുന്നേറ്റം അത് വിജയിക്കണമെങ്കിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിനെ ഇല്ലാതാക്കണം. ഇറാൻ സൈന്യത്തിൻ്റെ ഈ പറയുന്ന മതം കൂടി ചേർന്നിട്ടുള്ള ഒരു ഭരണകൂടമാണ് അവിടെ. അതിന് തിയോക്രസി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇപ്പൊ പണക്കാരുടെ ഭരണമാണെങ്കിൽ പ്ലൂട്ടോക്രസി, തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ ഭരണമെന്ന് പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു തമാശ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസം. അത് ഇപ്പൊ ഇല്ല. അപ്പൊ ഇപ്പൊ ഉള്ളത് ഈ തിയോക്രസിയാണ്, മതഭരണകൂടം. ഈ മതഭരണകൂടത്തെ ഇളക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. നിക്കോളാസ് മദുറോ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയായിരുന്നു, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തീർന്നാൽ അയാളുടെ ചുറ്റുമുള്ള സർവ്വതും ഇളകും. പക്ഷെ തിയോക്രസി അങ്ങനല്ല. തിയോക്രസിയിൽ ഒരു വലിയ വിശ്വാസത്തിന്റെ, ഒരു വലിയ മതത്തിന്റെ പിന്തുണ, സ്പിരിച്വൽ ടെമ്പറൽ രണ്ടിൻ്റെയും കൂടെ തലവനാണ്. അത് തന്നെ അയാളുടെ ശക്തി. അതായത് അയാളെ അങ്ങനൊന്നും മാറ്റാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ ഓടിപ്പോവുമായിരിക്കും അവിടുന്ന്. മരണഭീതി ഈ തിയോക്രാറ്റുകൾക്കും ഉണ്ട്, എല്ലാവരെയും പോലെ. പക്ഷേ എന്നിരുന്നാലും അയാൾക്ക് ശേഷം അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം വരുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇനി മറ്റൊരു വിഷയം ഞാൻ പറയാം. അതായത് അമേരിക്ക ഒരല്പം ഇറാനെ ആക്രമിക്കാൻ പേടിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. പിന്നെ ഇറാന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ഖത്തർ, അതുപോലെ ബഹ്റിൻ, UAE, സൗദി, പിന്നെ തുർക്കി, ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊക്കെയുള്ള പിന്നെ അമേരിക്കയുടെ താവളങ്ങളെ ഇറാൻ ആക്രമിക്കുമെന്ന് അതാത് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതായത് നിങ്ങൾ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ രാജ്യത്തെ ഈ പറയുന്ന അമേരിക്കൻ താവളങ്ങളെ ഒക്കെ തന്നെ ഞങ്ങൾ ആക്രമിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇത് ഞങ്ങൾ നിങ്ങളെയല്ല ആക്രമിക്കുന്നത്, അവിടുത്തെ അമേരിക്കൻ താവളങ്ങളെയാണ് എന്നൊരു മുന്നറിയിപ്പ്. ഇത് കാരണം പല മുസ്ലിം രാഷ്ട്രങ്ങളും, അതായത് സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇറാൻ ആക്രമിക്കരുത്, അത് ആലോചിച്ച് മതി എന്നൊക്കെയുള്ള സമ്മർദ്ദം അവിടുന്ന് വരുന്നു. അപ്പൊ പിന്നെ അടുത്ത ഒരു വിഷയം, ഇറാനിലെ ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് മദുറോയുടെ മാറ്റം പോലെ ഒരു ഭരണമാറ്റം ആവില്ല. ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം താഴെ വീണ് ജനാധിപത്യം വന്നാൽ അതൊരു ബഹുസ്വരതയുള്ള രാജ്യമായിട്ട് മാറും. അവിടെ വിവിധ മതവിഭാഗങ്ങൾ വരാൻ തുടങ്ങും. അവിടെ പൗരാണികമായ ഒരു മതമുണ്ടായിരുന്നു, സൊറാഷ്ട്രിയനിസം. ഈ ഏകദൈവം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ വലിയ പിന്നെ മസിലൊക്കെ കാണിക്കുമല്ലോ, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ബഹുദൈവ വിശ്വാസികളെക്കാൾ ഞങ്ങൾ മുമ്പിലാണ്. ഇപ്പോൾ ഒരു ദൈവം ഉണ്ടായാലും 100 ദൈവം ഉണ്ടായാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല.
അപ്പം ഏകദൈവ വിശ്വാസികൾ എന്ന് പറയുന്നവരിങ്ങനെ അവരുടെ ഏതാണ്ട് മേന്മയായിട്ട് പൊക്കി കാണിക്കുന്ന സാധനമാണ്. ഇനി ഇറാനിലെ അങ്ങനെയുള്ള ആ ഏകദൈവ വിശ്വാസം ലോകത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു ചിന്താ പദ്ധതിയാണ് സൊറാഷ്ട്രിയനിസം. അതൊരു സംസ്കാരമാണ്, ഇറാന്റെ സംസ്കാരം. ആ സൊറാഷ്ട്രിയനിസം ഇപ്പോഴും അവിടെ ഉണ്ട്. അത് കൂടാതെ അവിടെ 19-ാം നൂറ്റാണ്ടിൽ ബഹായി എന്ന് പറയുന്ന ഒരു മതം അവിടെ ഉണ്ടായി. ആ ബഹായികളെ ഈ ഇസ്ലാമിക് വിപ്ലവ കാലത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ബഹായികളാണ്. ആ ബഹായികൾ ചിലർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചു. ഞാൻ പത്രപ്രവർത്തകൻ ഹിന്ദുവിലെ ജോലി ചെയ്യുന്ന കാലത്ത് ഗ്യാൻബറി സിസാൻ എന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ആലപ്പുഴയ്ക്ക് അടുത്ത് ചേർത്തലയിലെ കോഞ്ചേരി കയർ ഫാക്ടറി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫാക്ടറി അടച്ചു പൂട്ടിയെന്ന് തോന്നുന്നു. ആ കോഞ്ചേരി കയർ ഫാക്ടറികളുടെ പിന്നെ ജനറൽ മാനേജറായിരുന്നു ഈ ഗ്യാൻബറി സിസാൻ. അദ്ദേഹം അന്നത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന വ്യക്തി. അദ്ദേഹം ഹിന്ദു മതത്തിൽ ജനിച്ച ബഹായി മതത്തിൽ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെയും ഒരു പ്രവാചകനായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട് ബഹായികൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ ബഹായി വിശ്വാസിയായിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടറായ ഒരാൾ. അദ്ദേഹത്തിന്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി, അതുകൊണ്ടാണ് പറയാത്തത്. അദ്ദേഹമാണ് എനിക്ക് ഈ ഗ്യാൻബറി രാമാനുജൻ എന്നാണ്, അല്ല രാമാനന്ദൻ, പാലക്കാട്ടുകാരനാണ്. രാമാനന്ദൻ ആയിരുന്നു അന്നത്തെ ആലപ്പുഴ ജില്ലാ കളക്ടർ. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഈ ഗ്യാൻബറി സിസായനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഗ്യാൻബറി സിസായെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്ത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഞാൻ ഹിന്ദുവിൽ എഴുതിയിരുന്നു. നമുക്ക് ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അന്ന് പിന്നെ ഇന്ന് ഇറാനിൽ നടക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം കലാപകലുഷിതമായിരുന്നു 1978 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം. അന്ന് അയത്തുള്ള റുഹുള്ള ഖമൈനിയുടെ ഉദയമാണത്. അന്നത്തെ സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ബഹായികളെയൊക്കെ കൂട്ടത്തോടെ പിന്നെ ഇസ്ലാം മത വിശ്വാസികൾ കൂട്ടക്കുരുതി നടത്തുന്ന ഒരു കാലമായിരുന്നു. ഈ അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ പുരുഷന്മാരെ എല്ലാം നിർദ്ദയം കൊന്നുകളയുന്നു, ഭർത്താക്കന്മാരുടെ മുന്നിലിട്ട് ഭാര്യമാരെ അപമാനിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. എങ്ങോട്ടൊന്നില്ലാതെ ഗ്യാൻബറി സിസായുടെ കുടുംബം ടെഹ്റാനിൽ നിന്ന് ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും മൂത്ത സഹോദരനും കൊല്ലപ്പെടുന്നു. 2 സഹോദരിമാരും അമ്മയും രക്ഷപ്പെട്ട് ഏതോ രാജ്യത്തിൻ്റെ എംബസിയിൽ ചെല്ലുകയും ഒടുവിൽ അവരെ അവിടുന്ന് തുർക്കി ഈസ്റ്റാൻബുളിലേക്ക് അവർ പോവുകയും ചെയ്തു. ഗ്യാൻബറി സിസ ആകട്ടെ, അദ്ദേഹം പറയുന്ന അദ്ദേഹം 8 വയസ്സെങ്ങാണ്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയായ ഗ്യാൻബറി സിസ അവിടെ നിന്നും ഒരു സംഘം ബഹായികളോടൊപ്പം കാൽനടയായി ഇറാന്റെ അതിർത്തി കടന്ന് ബലൂചിസ്ഥാനിലെത്തുക. പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെത്തുമ്പോൾ പാകിസ്ഥാൻ സൈന്യം അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ ഐക്യരാഷ്ട്രസഭ രക്ഷപ്പെടുത്തി. അങ്ങനെ പല രാജ്യങ്ങളും അവരെ സ്വീകരിച്ചു. അക്കൂട്ടത്തിൽ ബഹായികൾ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നു, ചിലര് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന വ്യക്തിയാണ് ഈ ഗ്യാൻബറി സിസ. അദ്ദേഹം കേരളത്തിൽ പഠിച്ചു. ഡൽഹിയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ്. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹം കേരളത്തിലെത്തി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ഇവിടെ പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ ജോലി കിട്ടി. ശ്രീലങ്കക്കാരിയായ ഒരു ബഹായി മതവിശ്വാസി അദ്ദേഹം വിവാഹം കഴിച്ചു. കേരളത്തിൽ തന്നെ ആയിരുന്നു. ഇപ്പം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹമായിട്ട് ഇപ്പം എനിക്ക് ബന്ധമില്ല. അപ്പോൾ അദ്ദേഹം ആ ഒരു കലാപത്തിൻ്റെ കാര്യം എന്നോട് പറയുമ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് താൻ നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരിയെയും അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന സമയത്ത് പിന്നെ തുർക്കിയിൽ വെച്ച് കാണുകയാണ്. ആ കണ്ട കൂടിക്കാഴ്ചയാണ് ഞാൻ അന്ന് വാർത്തയായിട്ട് എഴുതിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമുക്കത് പറയാനുള്ള വേദിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാനിൽ അന്നുണ്ടായ ആ വിപ്ലവം, അതിലൂടെ ഷായെ പുറത്താക്കി ഭരണത്തിലേക്ക് ഏറിയ ഇപ്പോഴത്തെ ഖമൈനിമാർ, ആ ഖമൈനിമാർ അന്ന് അവരുണ്ടാക്കിയ ആ വിപ്ലവമല്ലയോ, അത് അവർക്ക് ഇന്ന് തിരിച്ചു കിട്ടുകയാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇവിടെ പ്രക്ഷോഭകാരികൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇങ്ങനെ ഒരു മാറ്റം നടന്നാൽ ഞാൻ ഈ പറഞ്ഞ തദ്ദേശീയ വിശ്വാസങ്ങളൊക്കെ തന്നെ തിരികെ വരും. ആ തിരികെ വരുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു നേച്ചർ അങ്ങ് മാറ്റിക്കളി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇസ്ലാം മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ. പല രാജ്യങ്ങളിലും ചെറിയ രീതിയിലെങ്കിലും ക്രിസ്ത്യാനിറ്റി ഉണ്ട്.
പിന്നെ ഡ്രൂസ് എന്ന് പറയുന്ന മതമുണ്ട്. ഈ പറയുന്ന കുർദുകൾ അവര് പൂർണ്ണമായിട്ട് അവർ ഇസ്മയിലുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ടാണ്. അവരൊരു സിങ്ക്രിറ്റിക്, അതായത് മറ്റു വിശ്വാസങ്ങളും ഉള്ളവരുണ്ട് ഡ്രൂസിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ യസീദികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭഗവാൻ മുരുകനെ ആരാധിക്കുന്ന അതിന് സമാനമായ ആരാധന ക്രമങ്ങളും അവർക്കുണ്ട്. ഇന്ത്യയുമായിട്ട് എന്തോ അവർക്ക് ബന്ധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ മധ്യപൂർവേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ വിശ്വാസങ്ങളൊക്കെ തിരിച്ചു വരികയും ഇതൊക്കെ പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ മാറിപ്പോകും. മിഡിൽ ഈസ്റ്റ് പുതിയ പ്രവണതകൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഷിയ ഭരണകൂടത്തെ മാറ്റുന്നതിൽ നിന്നും വലിയൊരു ബലം പ്രയോഗിച്ച് അമേരിക്ക ഇടപെടുന്നതിനെതിരെ വലിയൊരു ചിന്ത ഒരു വിഭാഗം ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അവർ നിശ്ചയമായിട്ടും അവർ തന്നെ വിജയത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്ക് അമേരിക്കയുടെ സഹായമൊന്നും വേണ്ട. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാനിയൻ ജനത സൊറാഷ്ട്രയുടെ അവരുടെ പുസ്തകമാണ്. അവർ ആഹുറ മസ്ദ എന്ന ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്ന അവരുടെ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ശരി, അവരുടെ ഐഡന്റിറ്റി ഇന്നും കാത്തു സൂക്ഷിക്കുന്നവരാ. അതുകൊണ്ടാണ് അവർ സുന്നികളിൽ നിന്നും വ്യത്യസ്തരായ വിശ്വാസത്തെ പിന്തുടരുന്ന ഷിയാക്കളായത്. നമ്മൾ ഇത് നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 25% ഷിയാക്കളുണ്ട്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലും ഇതിൻ്റെ അലവിലികൾ ഉണ്ടാകും. അങ്ങനെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ തൊട്ട് ഗൾഫ്, പിന്നെ തുർക്കി, ഇവരൊക്കെ തന്നെ ഈ ഇറാനിലെ ഒരു ഇടപെടലിനെ നിന്നും അമേരിക്കയെ പരമാവധി നിരുത്സാഹപ്പെടുന്നു. പക്ഷേ ഇറാനിലെ ഇടപെടൽ അമേരിക്കയ്ക്ക് ഒരു തരത്തിൽ ആവശ്യമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇറാൻ നിലവിൽ വന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ അതുകൊണ്ട് സുരക്ഷ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ആ ഇറാൻ, ജനാധിപത്യം അനുസരിച്ചുള്ള ഇറാൻ, ബഹുസ്വരതയുള്ള ഇറാൻ, അതുപോലെ വിവിധ മതങ്ങൾ താമസിക്കുന്ന ഒരു യഥാർത്ഥ സെക്കുലർ ഇറാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇറാൻ രംഗത്ത് വന്നാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് അവരുടെ വെല്ലുവിളികൾ വളരെയധികം കുറയും. പണ്ട് ഷായുടെ കാലത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിന് അന്ന് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും സൗഹാർദ്ദമുള്ള രാഷ്ട്രമായിരുന്നു ഇറാൻ. ടെഹ്റാനിലൂടെ മിനി സ്കർട്ടും ഒക്കെ ഇട്ട സ്ത്രീകൾ നടന്നു പോകായിരുന്നു, സിഗരറ്റ് വലിച്ചുകൊണ്ട് സ്ത്രീകൾ നടന്നു പോകുമായിരുന്നു. നിങ്ങൾ ഏത് പാശ്ചാത്യ നഗരത്തിലും ചെല്ലുന്ന പ്രതീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. കാബൂളിൽ അങ്ങനെ ആയിരുന്നു. കാബൂളിൽ ഒരുപാട് പബ്ബുകളും ബാറുകളും ഒക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നു. അന്ന് പാശ്ചാത്യരൊക്കെ തന്നെ പാശ്ചാത്യ സംഗീതജ്ഞന്മാരെ, ഹിപ്പികള്, ഇവരുടെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു കാബൂളും അതുപോലെ തന്നെ ടെഹ്റാനും ഒക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭകാരികൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വലിയൊരു യുദ്ധം തന്നെ അവിടെ നടക്കും. ഇപ്പോഴത്തെ ആയിരങ്ങളുടെ പകരം ഒരുപക്ഷെ ലക്ഷങ്ങൾ കൊല്ലപ്പെടാം. പ്രക്ഷോഭകാരികളെ പെട്ടെന്ന് അടിച്ചമർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രക്ഷോഭകാരികൾക്ക് അവിടെ വെറും മതപരമായ എതിർപ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, സാമ്പത്തികമായ അസ്ഥിരതയാണ്. അതായത് ഇന്ന് $1 മൂല്യം നിങ്ങൾ അന്തം വിടും. 14 ലക്ഷം ഇറാനി റിയാലാണ്. $1 കൊടുത്താൽ നിങ്ങൾക്ക് 14 റിയാൽ കിട്ടാം. ഒരു ഡോളർ കൊടുത്താൽ ഇന്ത്യയിൽ നിന്നും പരമാവധി ഒരു 90-91 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ ഇറാനെ പോലെ ഇത്ര എണ്ണ സമ്പത്തുള്ള ഈ രാജ്യത്തിലെ $1 കൊടുത്താൽ നിങ്ങൾക്ക് 14 ലക്ഷം ഇറാനിയൻ കറൻസി കിട്ടുക. അത്ര ഗതികേടിൽ പണപ്പെരുപ്പത്തിലാണ്. എന്തായാലും ശരി, ഇറാനിലെ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അമേരിക്ക ഇറാനിൽ ഇടപെടാൻ വീണ്ടും മടിക്കുമെന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഷിയാക്കളുടെ അവിടുത്തെ ഈ ഇസ്ലാമിക വിപ്ലവം നടന്ന കാലത്ത് ഒരിക്കൽ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ അവർ തടവിലാക്കി. അന്ന് അവരെ മോചിപ്പിക്കാൻ നടത്തിയ അമേരിക്കയുടെ ശ്രമം, ജിമ്മി കാർട്ടർ ആയിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അന്ന് അത് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അതുപോലെ ഒരു സംഭവം ഇനി ഉണ്ടാകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇറാനോളം വലിയൊരു പ്രദേശത്തെ ഡയറക്റ്റഡ് എനർജി വെപ്പണും മാത്രം ഉപയോഗിച്ച് ആക്രമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമ്പരാഗത രീതിയിലുള്ള ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്തിന്റെ വ്യോമ സുപ്പീരിയോറിറ്റി, എയർ സുപ്പീരിയോറിറ്റി നേടിയെടുത്ത് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ. ഗ്രൗണ്ട് ട്രൂപ്സിനെ ഇറക്കാൻ അമേരിക്ക മടിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.